ഇഫ്താർ സമയത്ത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കണ്ട് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ മധുരത്തിന് ഞാൻ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ മധുരം നമുക്കിതിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഞാൻ വലിയ സൈസിലുള്ളൊരു 7 ഈത്തപ്പഴമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തേങ്ങ ചിരിവിയത് 1/2 കപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. തേങ്ങയൊന്നും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അവിടെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ, അതും കൂടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് വരുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ട് 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു നല്ല മൊഞ്ചുണ്ടാവുമല്ലോ, ഒരു വൈറ്റിൽ ക്യാരറ്റിൻ്റെ ആ ഒരു ഇതും കൂടെ വരുമ്പോൾ. പിന്നെ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത്. ഇത് മീഷോന്ന് എങ്ങാനും പർച്ചേസ് ചെയ്തതാട്ടോ ഈ ഒരു ടൂള്. ഒരു 3-4 ടൂൾ ഒരുമിച്ച് വരുന്നൊരു സെറ്റായിരുന്നു. അതിന് ഈ ടൂൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടത് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, റൗണ്ടിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. റൗണ്ടിൽ കയ്യിലിട്ട് ഉരുളാക്കിയിട്ട് പരത്തിയിട്ട് അതിൽ സെൻറ്ററിൽ ഇത് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതി. ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ഷേപ്പ് ആകുമ്പോൾ ഒന്നുകൂടെ കാണാൻ മുഞ്ചുണ്ടാവുമല്ലോ, അപ്പോൾ അതിനാണ് ഈ ഷേപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് അടിപൊളിയായിട്ട് കുക്ക് ആയി. നമ്മൾ ഓൾറെഡി പൊടിയൊക്കെ നന്നായിട്ട് കുക്കായതല്ലേ, ഒരു 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.